പ്രിയമുള്ളവരെ, വചനജ്വാല 1325 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 17 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്ന ദിവസമാണ്. സംഹാരദൂതൻ ഈജിപ്തുകാരുടെ കടിഞ്ഞൂൽ പുത്രരെ വധിക്കുകയും യഹൂദരുടെ വീടുകളിൽ യാതൊരു നാശവും ചെയ്യാതെ കടന്നു പോകുകയും ചെയ്തതിൻ്റെ ഓർമ്മയ്ക്ക് മോശ സ്ഥാപിച്ച തിരുനാളാണ് പെസഹ. യഹൂദർ ഒരു ആടിനെ കൊന്ന് പെസഹ ഭക്ഷിച്ചിരുന്നു. ഈശോ മരിക്കുന്നതിന്റെ തലേ ദിവസം ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ച് അവരോടൊപ്പം പെസഹ ഭക്ഷിക്കുകയും ചെയ്തു. ശിഷ്യരോടുള്ള സ്നേഹത്തിന്റെ പാരമ്യത്തിൽ തൻ്റെ ശരീര രക്തങ്ങൾ നമുക്കായി പകുത്തു നൽകിയതിൻ്റെ സ്മരണയാണ് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. എല്ലാവർക്കും നല്ലൊരു പെസഹ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വചന വായനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് 89-ാം സങ്കീർത്തനം 14 മുതൽ 27 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. നീതിയിലും ന്യായത്തിലും അങ്ങ് സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്നു. കാരുണ്യവും വിശ്വസ്തതയും അങ്ങയുടെ മുൻപേ നീങ്ങുന്നു. ഉത്സവാഘോഷത്തിൽ അങ്ങയെ സ്തുതിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അവർ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ നടക്കുന്നു. അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കുന്നു. അങ്ങയുടെ നീതിയെ പുകഴ്ത്തുന്നു. അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും. അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. കർത്താവാണ് ഞങ്ങളുടെ പരിച. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ്. പണ്ട് ഒരു ദർശനത്തിൽ അവിടുന്ന് തന്റെ വിശ്വസ്തനോട് അരുളി ചെയ്തു, ശക്തനായ ഒരുവനെ ഞാൻ കിരീടമണിയിച്ചു, ഒരുവനെ ഞാൻ ജനത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഉയർത്തി. ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി. വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എൻ്റെ കൈ എന്നും അവനോടൊത്തുണ്ടായിരിക്കും. എൻ്റെ ഭുജം അവന് ശക്തി നൽകും. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. ദുഷ്ടൻ അവന്റെ മേൽ പ്രാബല്യം നേടുകയില്ല. അവന്റെ ശത്രുവിനെ ഞാൻ അവന്റെ മുൻപിൽ വെച്ച് തന്നെ തകർക്കും. അവന്റെ വൈരികളെ ഞാൻ നിലം പതിക്കും. എൻ്റെ വിശ്വസ്തതയും കാരുണ്യവും അവനോട് കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ നാമത്തിൽ അവൻ ശിരസുയർത്തി നിൽക്കും. ഞാൻ അവന്റെ അധികാരം സമുദ്രത്തിന്റെ മേലും അവന്റെ ആധിപത്യം നദികളുടെ മേലും വ്യാപിപ്പിക്കും. അവർ എന്നോട് എൻ്റെ പിതാവും എൻ്റെ ദൈവവും എൻ്റെ രക്ഷാശിലയും അവിടുന്നാണ് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. ഞാൻ അവനെ എൻ്റെ ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരിൽ അത്യുന്നതനും ആക്കും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ അനിസ്തൂസ് മാർപ്പാപ്പയെ അനുസ്മരിക്കുന്ന ദിവസമാണ്. വിശുദ്ധ പത്രോസ് 6 മുതൽ 6 പൗലോസ് വരെയുള്ള 264 മാർപ്പാപ്പമാരിൽ 79 പേർ മാത്രമാണ്
വിശുദ്ധരെന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ലിബേരിയൂസ് പാപ്പ വരെയുള്ള ആദ്യത്തെ 36 മാർപ്പാപ്പമാരും വിശുദ്ധരാണ്. മാർപ്പാപ്പമാരുടെ പരിശുദ്ധത തിരുസഭയുടെ വിശുദ്ധിക്ക് തെളിവായിട്ടുണ്ട്. വിശുദ്ധ പിയൂസ് പ്രഥമന്റെ പിൻഗാമിയാണ് 1165 പേപ്പൽ സിംഹാസനത്തിൽ ആരോഹണം ചെയ്ത അനസ്തേസൂസ്. മാർപ്പാപ്പയായ ഉടനെ വിശുദ്ധ പോളികാർപ്പ് വന്ന് ഏഷ്യൻ രാജ്യങ്ങളിൽ ഉയർപ്പ് ആഘോഷിക്കുന്നത് നീസാൻ, അതായത് ഏപ്രിൽ 14-ാം തീയതിയാണെന്നും അത് അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. നീസാൻ 14-ാം തീയതി ഞായറാഴ്ച ആയില്ലെന്ന് വരും. എന്നിട്ടും മാർപ്പാപ്പ അത് അംഗീകരിച്ചു. എന്നാൽ മാർസിയൻ തുടങ്ങിയ പാഷണ്ഡികളുടെ വാദമുഖങ്ങളെ മാർപ്പാപ്പ ചെറുത്തു. സ്വാഭാവികമായ വിവേകം പ്രവർത്തിക്കുന്നത് കാണുക. പ്രിയരെ, ഇന്ന് തന്നെ വിശുദ്ധ ഹെൻറി ഹീത്ത്, രക്തസാക്ഷിയായ വിശുദ്ധ ഹെൻറി ഹീത്തിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. ആഗോള സഭയിൽ ഇന്ന് വിശുദ്ധ ഹെൻറി ഹീത്തിന്റെയും രക്തസാക്ഷിയായ വിശുദ്ധ ഹെൻറി ഹീത്തിന്റെയും വിശുദ്ധ അനേസത്തൂസ് പാപ്പായുടെയും മധ്യസ്ഥം യാചിച്ച് ഒരു പെസഹ തിരുനാളിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.